അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നാം കൊണ്ട് നടക്കേണ്ട 4 കാര്യങ്ങളുണ്ട്, ഒഴിവാക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങളെന്ന് നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്നാമത്തത് 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളതാണ്. നിസ്കാരം ഒഴിവാക്കിയാൽ ഒരു മനുഷ്യനെ തൊട്ട് ആദ്യമായി അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുന്നത് അവൻ്റെ നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം കൃത്യസമയത്ത് ഖളാ ആകാതെ നിസ്കരിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അതാണ് ഓരോ മുഅ്മിനും ഒന്നാമതായി അവൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് ദാനധർമ്മങ്ങൾ, സ്വതക്ക അധികരിപ്പിക്കുക. അതിന് വലിയ പണക്കാരനാവണമെന്നൊന്നുമില്ല. അവൻ്റെ കയ്യിൽ കിട്ടുന്ന എന്താണോ അതിൽ നിന്ന് കുറച്ചെങ്കിലും പാവങ്ങൾക്ക് സ്വതക്ക നൽകാൻ വേണ്ടി അവൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് ഖുർആൻ ഓതുക എന്നുള്ളതാണ്. ഖുർആൻ ഓതുന്ന മുഅ്മിനിന്റെ ഹൃദയത്തിലേക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആൻ ദിവസവും നമുക്ക് എത്രയാണോ ഓതാൻ കഴിയുന്നത് അത്ര ഓതാൻ വേണ്ടി നാം ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതൊരു ശീലമാക്കുക. നാലാമത്തത് തസ്ബീഹ് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഏത് ദിക്റിനെയും നമുക്ക് ചൊല്ലാം. നിത്യമായി നാം ഒരു ദിക്റിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കണം. അത് ഏത് ദിക്റായാലും കുഴപ്പമില്ല. ആ ദിക്റിനെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ വേണ്ടി, മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കേണ്ടതും വളരെ ശ്രദ്ധിക്കേണ്ടതുമായ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത് കളവ് പറയൽ. നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കളവ് പറയുക എന്നുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റി നിർത്തണം. അതുപോലെ തന്നെ രണ്ടാമത്തത് വഞ്ചന, ചതി. ഈ സ്വഭാവം ഒരാളെയും നാം ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം ഏഷണി പറയുക എന്നുള്ളതാണ്. മറ്റൊരാളെ കുറിച്ച് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ മറ്റൊരുത്തനോട് പറയുക. അതാണ് ഏഷണി എന്ന് പറയുന്നത്. എന്നെപ്പറ്റി എൻ്റെ ജീവിതത്തിൽ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ എനിക്കിഷ്ടമില്ലാത്തതാണെങ്കിൽ അതൊരു മറ്റൊരാളോട് പറയുന്നതിനാണ് ഏഷണി എന്ന് പറയുന്നത്. ഏഷണി കാരണമായി കൊണ്ട് കുടുംബകലഹവും സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിപ്പിരിയലും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യമാണ് ഏഷണി എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം പാടെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. നാലാമത്തത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് വൃത്തിയാക്കാതെ എഴുന്നേറ്റ് പോകുന്ന ചില ആളുകളുണ്ട്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് എഴുന്നേറ്റ് പോയാൽ ബാക്കിയുള്ള മൂത്രം അവനുടുത്ത വസ്ത്രത്തിൽ, അവൻ്റെ അടിവസ്ത്രത്തിലും പാൻറ്റിലും തുണിയിലും ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് പൂർണ്ണമായും മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂത്രം ശരിക്ക് വൃത്തിയാക്കാതെ എഴുന്നേറ്റ് പോകുക എന്നുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കേണ്ടതാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ കഴിയും. ജീവിതത്തിൽ പകർത്താനും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.